ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ഗുരു ഉപദേശിക്കുന്ന രാമായണ സന്ദേശം നമുക്ക് കേൾക്കാലോ. ഇന്ന് ഗുരു ഉപദേശിച്ച സന്ദേശം നന്മയുടെ പാഠങ്ങൾ. നാം എന്തൊക്കെയാണ് രാമായണത്തിലൂടെ പഠിക്കുന്ന നന്മകൾ? വാസ്തവത്തിൽ അയോധ്യയും ലങ്കയും വ്യത്യസ്തങ്ങളായ രണ്ട് സംസ്കാരങ്ങളെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഒന്ന് ധർമ്മനിഷ്ഠയുടെയും ത്യാഗത്തിൻ്റെയും സംസ്കാരം, മറ്റൊന്ന് സുഖഭോഗത്തിൻ്റെയും അധികാരഗർവത്തിൻ്റെയും സംസ്കാരം. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു അഹംഭാവത്തിൻ്റെ സംസ്കാരമാണ് ലങ്കയിൽ കാണുന്നത്. വ്യക്തികൾ സ്വന്തം താല്പര്യങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ബലി കഴിക്കുന്ന കാഴ്ചയാണ് അയോധ്യയിൽ കാണുന്നത്. ഭൗതിക ശക്തിയിൽ ഊറ്റം കൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ഞാനെന്ന ഭാവത്തിൽ എന്ത് അധർമ്മത്തിനും മുതിരുന്ന രാവണനും അനുയായികളും മാത്രം ലങ്കയിലുള്ളത്. മറിച്ച് രാമന്റെ കുലം തന്നെ ഉത്തമ ഗുണങ്ങളുടെ വിളനിലമായിരുന്നു. സഹോദര സ്നേഹത്തിൻ്റെയും ജ്യേഷ്ഠഭക്തിയുടെയും നിറകുടമായ ലക്ഷ്മണൻ, നിഷ്കാമ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായ ഭരതൻ, അചഞ്ചലമായ പതിഭക്തിയും സഹനവും നിശ്ചയദാർഢ്യവും നിറഞ്ഞ സീത. എത്രയൊക്കെ വിഷമം ഉണ്ടായിട്ടും സത്യം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ദശരഥൻ. യുദ്ധരംഗത്ത് വെച്ച് തൻ്റെ ജീവൻ രക്ഷിച്ച കൈകേയിയുടെ സമർപ്പണമാണ് കൈകേയിക്ക് വരം നൽകാൻ ദശരഥനെ പ്രേരിപ്പിച്ചത്. കൈകേയി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണല്ലോ തന്നെ രക്ഷിച്ചത്. ആ സമർപ്പണം ഓർത്തപ്പോൾ എല്ലാം മറന്നു ദശരഥൻ. വരങ്ങൾ ചോദിക്കാൻ കൈകേയിയോട് ആവശ്യപ്പെട്ടു. കൈകേയിയുടെ സൗന്ദര്യമോ ബാഹ്യസ്നേഹമോ അല്ല ആ വരം നൽകാൻ ദശരഥനെ പ്രേരിപ്പിച്ചത്. കൈകേയിയോട് എത്ര തന്നെ ആകർഷണമുണ്ടായിരുന്നാലും അതിനേക്കാൾ ശക്തവും തീവ്രവുമായിരുന്നു ദശരഥന് രാമനോടുള്ള സ്നേഹം. ആ വിരഹവേദനയിലാണ് ദശരഥൻ പ്രാണൻ ഉപേക്ഷിച്ചത്. രാമനാകട്ടെ ഒരു ഭാവഭേദവും കൂടാതെ അച്ഛൻ്റെ സത്യം പാലിക്കാൻ സിംഹാസനം നിസ്സാരമായി ഉപേക്ഷിച്ചു. മൂത്തപുത്രൻ എന്ന നിലയ്ക്ക് രാജ്യം രാമന് അവകാശപ്പെട്ടതായിരുന്നു. ആരെതിർത്താലും അത് നേടിയെടുക്കാനുള്ള കരുത്തും രാമനുണ്ടായിരുന്നു. എന്നാൽ ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും മാർഗമാണ് രാമൻ സ്വീകരിച്ചത്. രാമനെ രാജാവായി വാഴിക്കണമെന്ന് തന്നെയായിരുന്നു ദശരഥന്റെ തീവ്രമായ അഭിലാഷം. മകനെ വനത്തിൽ അയക്കുക എന്നത് ആ പിതാവിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ രാജാവിന് മുൻപ് ചെയ്ത സത്യം പാലിക്കണമായിരുന്നു. അച്ഛൻ്റെ നിസ്സഹായ അവസ്ഥ രാമൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് രാമൻ കൈകേയിയോട് ഇങ്ങനെ പറഞ്ഞത്: അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ കൂടി അച്ഛൻ്റെ സത്യം പാലിക്കുന്നതിനായി ഇളയമ്മയുടെ വാക്ക് ഞാൻ അനുസരിക്കും. അച്ഛനു വേണ്ടി സന്തോഷത്തോടെ തനിക്ക് അവകാശപ്പെട്ട രാജ്യത്തെയും സ്വന്തം പ്രാണനെയും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് രാമൻ പറഞ്ഞത്. പിന്നീട് ഭരതൻ രാമന്റെ കാലു പിടിച്ചപേക്ഷിച്ചു: അങ്ങു തിരികെ വരണം, സിംഹാസനത്തിൽ ഇരിക്കണം. എനിക്ക് രാജ്യം ആവശ്യമില്ല. പക്ഷേ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ രാമൻ തയ്യാറായില്ല. ഇനി സീതയുടെ ധർമ്മം നമുക്ക് കേൾക്കാം. രാമൻ കാട്ടിൽ പോകാൻ തയ്യാറായപ്പോൾ: അങ്ങ് കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങേക്ക് അവകാശപ്പെട്ടതാണ് രാജ്യം, അങ്ങ് എന്തിനു പോകുന്നു, വിട്ടുകൊടുക്കരുത് എന്നെല്ലാം സീതയ്ക്ക് പറയാമായിരുന്നു. എന്നാൽ സീത അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടില്ല. ഇന്നാണെങ്കിൽ മിക്ക സ്ത്രീകളും അങ്ങനെയായിരിക്കും പറയുക. രാമൻ എവിടെയാണോ അവിടെയാണ് തൻ്റെ സ്വർഗം എന്നായിരുന്നു സീതയുടെ മനോഭാവം. സീത നിശബ്ദമായി ഭർത്താവിനെ അനുഗമിച്ചു. ഭരതന്റെ ധർമ്മം നമുക്ക് കേൾക്കാം. ഭരതൻ എന്താണ് കാണിച്ചു തന്നത്? ജ്യേഷ്ഠൻ ഒഴിഞ്ഞു കിട്ടിയല്ലോ, ഇനി എനിക്ക് രാജ്യം ഭരിക്കാം എന്ന് ഭരതൻ കരുതിയില്ല. ജ്യേഷ്ഠനെ തേടിച്ചെന്ന് ആ പാദുകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് സിംഹാസനത്തിൽ വെച്ച് ഒരു ദാസനെ പോലെ ജ്യേഷ്ഠനാണ് ഈശ്വരനും ഗുരുവും എന്ന ഭാവത്തിൽ ഒരു ശിഷ്യൻ എന്ന പോലെ സമർപ്പണ ബുദ്ധിയോടെയാണ് ഭരതൻ രാജ്യഭരണം നിർവഹിച്ചത്.
ഒരു തപസ്വിയെ പോലെ തന്നെ ത്യാഗജീവിതം നയിക്കുകയാണ് ഭരതൻ ചെയ്തത്. ലക്ഷ്മണനാകട്ടെ രാജ്യം നഷ്ടപ്പെട്ട ജ്യേഷ്ഠന് ദാസ്യവൃത്തി ചെയ്യാനാണ് തന്നെ സമർപ്പിച്ചത്. 14 വർഷം ഉറക്കം പോലുമില്ലാതെ ആ തപസ് തുടർന്നു. അങ്ങനെ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് പറയാൻ കഴിയാത്ത വിധം ഓരോ വ്യക്തിത്വവും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. പിതൃപുത്രബന്ധത്തിൻ്റെയും മാതൃപുത്രബന്ധത്തിൻ്റെയും സഹോദര ബന്ധത്തിൻ്റെയും ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെയും ഉത്തമവും അതിശ്രേഷ്ഠവുമായ മാതൃകയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓരോ കുടുംബത്തിനും വേണ്ട മാതൃകയാണ് അവർ കാട്ടിത്തന്നത്. അവർ സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഇന്നും ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും പല സ്ഥലങ്ങളിലും കൂട്ടുകുടുംബങ്ങളുണ്ട്. അച്ഛൻ മരിച്ചു പോയാൽ അവിടെ മൂത്ത മകൻ അച്ഛനെ പോലെ നിന്ന് ഇളയവരുടെ തെറ്റുകൾ ക്ഷമിച്ചും സഹിച്ചും കുടുംബത്തെ പരിപാലിക്കുന്നു. നമഃശിവായ.